എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിദ്ധാർത്ഥ് വിശ്വനാഥിൻ്റെ സംവിധാനത്തിൽ വന്ന സ്വർഗവാസൽ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ പടത്തിൻ്റെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആർ.ജെ. ബാലാജിയും അവരുടെ ഫാമിലിയും വന്നിട്ട് ഒരു ചെറിയ തള്ളുവണ്ടി കടയിൽ ടിഫിൻ കട വെച്ച് നടത്തിയിട്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു അറിഞ്ഞ വ്യക്തി മൂലം ഒരു ബാങ്കിൽ ഒരു ലോൺ ഏർപ്പാട് ചെയ്യുന്നു. അതായത് ആ ഹോട്ടൽ വിപുലീകരിക്കാൻ വേണ്ടി ഒരു ലോൺ ഏർപ്പാട് ചെയ്യുന്നു. അങ്ങനെ ആ ലോൺ സാങ്ഷൻ ആകുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നിട്ട് ആ ലോൺ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ വ്യക്തി ആരോ മർഡർ ചെയ്യുന്നു. അത് വന്നിട്ട് നമ്മുടെ ആർ.ജെ. ബാലാജിയാണെന്ന് പറഞ്ഞിട്ട് പോലീസുകാരന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിടും. ആ ജയിലിൽ വന്നിട്ട് സിക്ക എന്ന് പറഞ്ഞൊരു വലിയ റൗഡി അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ആർ.ജെ. ബാലാജി വന്നിട്ട് ജയിലിൽ പോയതിൻ്റെ കാരണം വന്നിട്ട് ഈ സിക്ക ആണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക കിംവദന്തി വരും. അപ്പോൾ ആ ജയിലിലേക്ക് പുതിയതായിട്ടൊരു ജയിലർ വരും. അപ്പോൾ വന്നിട്ട് അയാൾ പറയും ഒരു കാരണവശാലും റൗഡികളുടെ കൺട്രോളിൽ വന്നിട്ട് ജയിലിൽ ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ പോലീസുകാരുടെ കൺട്രോളിലേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഇയാൾ ശ്രമിക്കും. അതിനുശേഷം എന്തൊക്കെയായി എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു കഥ. ഈ പടത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൽ വരുന്ന ഓരോ ക്യാരക്ടറും അതിൻ്റേതായ ഒരു എന്താ പറയുക മുഖ്യത്വം അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓരോ ക്യാരക്ടറിനും വന്നിട്ട് എന്താ പറയുക ഒരു സപ്പോർട്ട് കഥ, അതുകൊണ്ട് അത് കുറച്ച് ബോറടിക്കുന്ന പോലെയൊക്കെ തോന്നി. അതേപോലെ നമുക്ക് ഇപ്പം സിനിമയുടെ മെയിൻ കഥാപാത്രത്തിന് വന്നിട്ട് എന്താ കഥ, അതേപോലെ നമുക്ക് ആരെ ഫോളോ ചെയ്യണം എന്നൊന്നും നമുക്ക് ഈ പടത്തിൽ പെട്ടെന്ന് പിടുത്തം കിട്ടത്തില്ല. അത് ഈ പടത്തിൻ്റെ വളരെ ഒരു മൈനസ് പോയിൻ്റ് ആയിട്ട് തോന്നി. എല്ലാ ക്യാരക്ടറിനും വന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഈ മറ്റേ സബ് സ്റ്റോറി കൊടുത്തിട്ട് ആ മൊത്തം എന്താ പറയുക മെയിൻ സ്റ്റോറി എന്താണെന്ന് തന്നെ നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ ചെയ്തു കൂട്ടി. തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഇങ്ങനെ ഉണ്ടാകുള്ളൂ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പടത്തിൻ്റെ അവസാനം വരെ ഇങ്ങനെ തന്നെയാണ്. ശരിയെന്നാൽ ക്ലൈമാക്സിലെങ്കിലും ഒരു ട്വിസ്റ്റ് വെച്ചിട്ട് എന്താ പറയുക ഇത് കാരണമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് എന്ന് കാണിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും ചെയ്യുന്നില്ല. അതേപോലെ പടത്തിൻ്റെ ക്ലൈമാക്സും വന്നിട്ട് അവർ തീർത്ത് വന്നിട്ടൊരു എന്താ പറയുക നമുക്കൊരു ഇൻവോൾവായി ഒന്നും അവർ തീർത്തില്ല. പക്ഷേ ഇത് വന്നിട്ട് ഒരു ലോഹമഹാ മൊക്കപ്പടം എന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീൻസുകളൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടാവും. ഓരോ സീനും ഇൻട്രസ്റ്റ് ആയിട്ടിരുന്ന് കാണാം. പക്ഷേ എല്ലാ സീനും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. ഇവർ മൊത്തത്തിൽ വന്നിട്ട് ആ ജയിലിൽ നടക്കുന്ന സംഭവങ്ങളെ വിശ്വസിച്ചെടുത്ത പടമാണ്. ജയിലിൽ നടക്കുന്ന സീനുകൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വട ചെന്നൈ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത്രയൊന്നും ഇല്ല. അതിലാണെങ്കിൽ അടിപൊളിയായി കാണിച്ചിട്ടുണ്ടാവും. അത്രയും ഡീപ്പായിട്ടൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അതൊക്കെ ഇതിലൊരു വളരെ ഒരു മൈനസ് പോയിൻ്റാണ്. അതേപോലെ സെൽവരാഗന ഷിക്ക എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമായിട്ട് കാണിക്കുന്നുണ്ട്. അയാളാണ് ആ ജയിലിലുള്ള വലിയ റൗഡി. പക്ഷേ അയാൾ എന്ത് ചെയ്തു എന്നൊന്നും അറിയത്തില്ല. ജയിലിനകത്ത് പൗഡർ ഓട്ടുന്നത് ഷിക്കയുടെ ആളുകളാണെന്ന് പറയും. പക്ഷേ അയാളുടെ അടുത്ത് ചോദിച്ചു ഞാനല്ല എന്ന് പറയും, ഞാൻ വളരെ നല്ലവനാണെന്ന് പറയും. അതേപോലെ കരുണാസിൻ്റെ ക്യാരക്ടർ, ടൈഗർ മണി എന്നൊരു ക്യാരക്ടർ, അതേപോലെ ഒരു ശ്രീലങ്കൻകാരനുണ്ടാവും അയാളുടെ ക്യാരക്ടർ, പിന്നെ അതേപോലെ ഒരു നീഗ്രോയുടെ ക്യാരക്ടർ, അതേപോലെ നമ്മൾ പോലീസ് എസ് പി ആയിട്ട് വന്നിട്ട് നമ്മുടെ ഷറഫുദ്ദീൻ. ഈ ഇത്രയും ക്യാരക്ടറിനെ കൊണ്ട് ഒരു സൂപ്പർ ക്ലൈമാക്സ് ഒന്നും നമുക്ക് തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നിരുന്നെങ്കിൽ ഈ പടം അടിപൊളിയായിരിക്കുമായിരുന്നു. ഇതിൽ ക്ലൈമാക്സേ ഇല്ലാണ്ട് നമ്മളെ വളരെ എന്താ പറയുക ഒരു സിനിമ കണ്ടാൽ നമുക്കത് തികഞ്ഞില്ല. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലൈമാക്സ് ഇല്ല, അഭിനയിച്ചവരൊക്കെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ശരി എന്നാൽ ബൈ.